വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഉപമകളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും ഉപമകളെക്കുറിച്ച് ധാരാളം വിവരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ 40-ൽ പരം ഉപമകൾ പ്രസ്താവിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലും ധാരാളം ഉപമകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഉപമകളായിട്ട് കർത്താവ് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, കർത്താവ് എന്താണ് ഉപമകളായിട്ടെല്ലാം പറയാൻ കാരണം? യേശു അതിന് കൊടുത്ത മറുപടിയാണ്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സുവിശേഷങ്ങളിൽ സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറയുന്ന സമകാലീന സുവിശേഷങ്ങളിൽ മാത്രമാണ് ഉപമകളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ആ ഉപമകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെ അറിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിവ് ലഭിക്കണമെന്നില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, വരം ലഭിച്ചവർക്ക് മാത്രമേ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഉപമകൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ കാരണം നിങ്ങൾക്ക് വരം ലഭിച്ചത് കൊണ്ടാണ് എന്ന മർമ്മമാണ് കർത്താവ് പ്രസ്താവിക്കുന്നത്. വരം ലഭിക്കുക എന്ന് പറയുന്നത് അമാനുഷികമായ ഒരു കഴിവിനെയാണ് വരം എന്ന് പറയുന്നത്. ഒരാൾക്ക് കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാനുഷികമായ ഒരു കഴിവ് ദൈവം ആ വ്യക്തിയിൽ പകർന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കൃപാവരങ്ങളെല്ലാം തന്നെ അമാനുഷികമായ ഒരു കഴിവ് തന്നെയാണ്. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത, മനുഷ്യൻ്റെ സാധാരണ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മുടെ നാവിലൂടെ സംസാരിക്കുവാൻ കഴിയുന്നതിനാണ് അമാനുഷികമായ കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വരം തന്നു. വിശ്വാസത്തിൽ വരുന്ന ഓരോ വ്യക്തിക്കും ഒരു വരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചവരാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഉപമകളായിട്ട് പ്രസ്താവിക്കുന്നത്. ആ ഉപമകൾ ഗ്രഹിക്കുമ്പോൾ അത് ഗ്രഹിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചത് വരം ലഭിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവെങ്കിൽ ഒരാൾ വന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് വരം ലഭിച്ചത് കൊണ്ടാണ്. നമ്മൾ എത്രയോ പേരോട് സുവിശേഷം പറയുന്നു, എത്രയോ പേർ സുവിശേഷം കേൾക്കുന്നു. TV-യിലൂടെ, ഇതര മാധ്യമങ്ങളിലൂടെ മനുഷ്യൻ കൺവെൻഷൻ നടത്തിയും പരസ്യങ്ങൾ നടത്തിയും ഒക്കെ സുവിശേഷം അനേകരെ കേൾപ്പിക്കുന്നുണ്ട്, അനേകരെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ കേൾക്കുന്നവരെല്ലാം തന്നെ ആ വചനം അംഗീകരിക്കുകയോ ആ വചനം സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വരം ലഭിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ സുവിശേഷത്തിൻ്റെ ഒരു വാക്താവായി നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വരം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ലഭിച്ച വരം നിങ്ങൾ നിസ്സാരമായി കാണരുത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരാൾ പറഞ്ഞപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ
സത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ, നിങ്ങളത് കേട്ടപ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാനും ഹൃദയം നിങ്ങൾ തുറന്നു കൊടുക്കുവാനും യേശു കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞത് നിസ്സാര കാര്യമല്ല. ദൈവം നിങ്ങളുടെ മേൽ ഒരു വരം തന്നതുകൊണ്ടാണ്. പലപ്പോഴും യേശു ക്രിസ്തുവിനെ അനുസരിച്ച് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടുള്ള ആൾക്കാർ പിന്നീട് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചു പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചതായ വരത്തിൻ്റെ മാധുര്യമയോ, നിങ്ങൾക്ക് ലഭിച്ചതായ വരത്തിൻ്റെ ഗൗരവമോ, നിങ്ങൾക്ക് ലഭിച്ചതായ വരത്തിൻ്റെ മഹിമയോ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളതിനെ നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വലിയൊരു നഷ്ടമാണ് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അടുത്ത ദിവസങ്ങളിലെ ഉപമകളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ ചെറിയ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കിത് സന്തോഷവും അനുഗ്രഹവുമാകുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ആരെങ്കിലുമൊക്കെ കേട്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനിടയായാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൂടെ ലഭിക്കും. അതുകൊണ്ട് കേൾക്കുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി നല്ലതെന്ന് തോന്നിയാൽ അത് ഷെയർ ചെയ്യുകയും അത് മറ്റുള്ളവരെ അറിയിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ആ കമൻറ്റും നിങ്ങൾ എഴുതി അറിയിച്ചാൽ കൂടുതൽ നമുക്ക് പ്രഭാഷണങ്ങളെ മെച്ചപ്പെടുത്തുവാനും കൂടുതൽ ചെയ്യുവാനുള്ള പ്രചോദനമായി മാറും. അതുകൊണ്ട് കേൾവിക്കാരായ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുവാൻ ഉത്സാഹിക്കണം എന്നുകൂടി ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ തന്നെ 40-ൽ പരം ഉപമകൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് സിനോപ്റ്റിക് ഗോസ്പലിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിലർ പറയുന്നത് ശരിയായ ഉപമകൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഉപമകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതുപോലെ എന്നൊരു പദം പറഞ്ഞെങ്കിലേ ഉപമയാകുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഹന്നാനിൽ അങ്ങനെ ഒരു കാര്യം പറയാത്തത് കൊണ്ടാണ് യോഹന്നാനിൽ അങ്ങനെ ഉപമകൾ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മത്തായി സുവിശേഷത്തിൽ വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം വളരുന്നതാണ് അല്ലെങ്കിൽ വർദ്ധിക്കുന്നതാണ് എന്നത് മനസ്സിലാക്കാനാണ് കർത്താവോട് പഠിപ്പിച്ചത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവസഭ വളരുന്നതാണ്, ഇൻക്രീസ് ചെയ്യുന്നതാണ്, വർദ്ധിച്ചു വരുന്നതാണ്. വർധനവാണ് ശരിയായിട്ടും അത് സഭയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഭ എന്ന് പറയുന്ന ആ സൗധത്തെ നമുക്ക് പരിപാലിക്കുവാനായിട്ടൊരു പരിധി വരെ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ സഭയുടെ പരിപാലനം, സഭയുടെ സംരക്ഷണമൊക്കെ പരിശുദ്ധാത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. പലപ്പോഴും ഇന്ന് സംഭവിച്ചു കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീന വലയത്തിൽ വരുത്താതെ സഭ മനുഷ്യൻ്റെ സ്വാധീന വലയത്തിലാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ സ്വാധീന വലയത്തിലാക്കുന്നത് കൊണ്ട് സഭയിലെന്നും പ്രശ്നങ്ങളാണ്. സഭ പ്രശ്നപൂരിതമായി മാറുകയാണ്. സഭ കമ്മിറ്റിക്കാരുടെ കയ്യിലേക്ക് പോവുകയാണ്. കമ്മിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വചനാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. ഒരു സംഘടനാ തലത്തിലുള്ള ചിന്തകളും സംസാരങ്ങളുമാണ് എപ്പോഴും കമ്മിറ്റിയിൽ നടക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാമെന്ന് ഒരു കമ്മിറ്റിക്കാരും പറയാറില്ല. അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലോകപ്രകാരമുള്ള ഒരു സംഘടനയുടെ അതേ മാനദണ്ഡം ഉപയോഗിച്ച് തന്നെയാണ് സഭയിലും കമ്മിറ്റിക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്
പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്. സഭയിൽ നിങ്ങൾ കമ്മിറ്റി കൂടുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ പറയാറുണ്ടോ, ദൈവവചനം ഇങ്ങനെ പറയുന്നത് കൊണ്ട് അത് പറ്റത്തില്ല എന്ന്, അല്ലെങ്കിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നവരെ നമുക്ക് കമ്മിറ്റിയിൽ കാണുവാൻ കഴിയുന്നില്ല. പൊതുവെ കമ്മിറ്റിയിൽ കൂടുന്ന ആൾക്കാരിൽ പലരും വചനം അറിയാവുന്നവർ വളരെ ചുരുക്കമായിരിക്കും. വചനം അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. കമ്മിറ്റിയിലെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ബഹളമുണ്ടാക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. അപ്പോൾ സഭയെന്ന് പറയുന്നത് വളരുന്നതാണ്, വർദ്ധിക്കുന്നതാണ്. ആ സഭ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മത്തായി സുവിശേഷത്തിൽ വിത്ത് വിതയ്ക്കാൻ പോയ ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വിത്ത് പല സ്ഥലങ്ങളിൽ വീണതായിട്ടാണ് കാണുന്നത്, പല സ്ഥലങ്ങളിലായിട്ട് വീണതാണ്. എന്നാൽ നല്ല നിലത്ത് വീണു, അത് വളർന്നു എന്നാണ് കാണിക്കുന്നത്. അതിലൊരു ഭാഗം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്, നല്ല നിലം. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉപമകളെ കുറിച്ച് പറയുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. വരം ലഭിച്ചവരോട് പറയുകയാണ്, നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ കിളിർക്കുകയുള്ളൂ. നല്ല ഹൃദയം, നിങ്ങളുടെ ഹൃദയം വിത്ത് വീണ് കിളിർക്കത്തക്ക നിലയിൽ ഹൃദയത്തെ നിങ്ങൾ വിധേയമാക്കിയത് കൊണ്ടാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുവാനിടയായത്. അപ്പോൾ ഈ 3 സുവിശേഷങ്ങളിലും ഈ വിത്തിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 3 സുവിശേഷത്തിലും അത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വിത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്, ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ഇത് എവിടെയും പരക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വിത്ത് വിതയ്ക്കാനുള്ളതാണ്, വിത്ത് വിതയ്ക്കണം. ചിലർ കേൾക്കും, പക്ഷെ അവർക്ക് വേരില്ല. വേരില്ലാത്തത് കൊണ്ട് അത് വളർന്നു വന്നില്ല. സ്വാഭാവികമായിട്ടും ഇതൊരു ഹൃദയനിലവാരത്തെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. ഹൃദയത്തിൽ ചിലർ കേട്ടുവെങ്കിലും വേരില്ലാതെ പോയത് കൊണ്ട് അത് വളരുവാനായിട്ട് കഴിഞ്ഞില്ല. മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നത്, അവർക്ക് പ്രതിസന്ധികൾ വന്നപ്പോൾ അവർ പതറിപ്പോയി. അപ്പോൾ വചനം കേട്ടു, അവർക്ക് സത്യമാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ അവർ പതറിപ്പോയി. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പല നിലവാരത്തെയാണ് വഴിയരികും പാറപ്പുറവും പാറപ്പുറത്ത് വീണ വിത്തും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ വേരൂന്നി വേണം അത് വളരുവാനായിട്ട്. പലരും വചനം കേട്ട് സത്യമാണെന്നൊക്കെ അറിയാം, പക്ഷേ അവർക്ക് വേരില്ല, അടിത്തറ പാകുന്നില്ല, അവർ അടിത്തറയിലേക്ക് പോകുന്നില്ല, ആഴത്തിലേക്ക് പോകുന്നില്ല. അവർ താൽക്കാലികമായ എന്തെങ്കിലും നേട്ടങ്ങൾ, താൽക്കാലികമായ ഒരു വിടുതൽ, താൽക്കാലികമായ ഒരു ആശ്വാസം, അതുമാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർ വളരുകയില്ല, അവർ ഉയർന്നു വരികയില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ അവരിട്ടിട്ട് പോകും. യേശുവിനെ വേണ്ട, സുവിശേഷം വേണ്ട എന്ന് പറഞ്ഞവരെ പോകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ വിത്തിനൊരു പ്രത്യേകത, ഇവിടുത്തെ വിത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നറിയാമോ? ഈ വിത്ത് മനുഷ്യൻ്റെ ഉള്ളിൽ രൂപാന്തരം വരുത്തുന്ന വിത്താണ്. ഈ വിത്ത് അവൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ രൂപാന്തരം വരുത്തുന്നു. അത് മനുഷ്യൻ അറിയുന്നില്ല. അതിന് ആ രൂപാന്തരം വരുത്തണമെങ്കിൽ അവൻ്റെ സഹായം അതിനാവശ്യമില്ല. സ്വാഭാവികമായി അത് വളർച്ച എത്തുമ്പോൾ അതിൻ്റെ വിളവ് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുന്നു.
അപ്പോൾ സ്വാഭാവികമായ ഒരു വിത്ത് വീണാൽ ആ വിത്ത് അവൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ അവൻ്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ അതിനെ പരിപാലിക്കുവാനായിട്ട് അവൻ തയ്യാറാകണം. ഒരു വിത്ത് നമ്മൾ പാകിയാൽ ആ വിത്ത് കിളിർക്കുന്നതിനും അതിന് വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്നതിനും ഒക്കെ കർഷകൻ കാത്തിരിക്കുന്നത് പോലെ അവൻ കാത്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോഴേ അതിൻ്റെ വിളവെടുക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ വിതച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വീഴുന്ന സ്ഥലത്ത് വിതയ്ക്കുന്ന കർഷകനാണ് അതിനെ പരിപാലിക്കുന്നത്. ശ്രദ്ധിക്കണം, ഒരു വിത്ത് നിങ്ങൾ വിതയ്ക്കുന്നെങ്കിൽ ആ വിത്ത് വിതയ്ക്കുന്ന ഇടത്തിന് അല്ലെങ്കിൽ ആ വിത്ത് വീണ ഇടത്ത് അത് യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ആ നിലമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെന്താണ് ചെയ്യേണ്ടത്? വിതയ്ക്കുന്നയാൾ ആ വിത്ത് വളരുന്നതിന് വേണ്ടി കാത്തിരിക്കണം. പിടികിട്ടിയോ? സുവിശേഷം പറയുന്ന ഒരാള് വെറുതെ സുവിശേഷം പറഞ്ഞു പോയാൽ പറ്റുകയില്ല. സഭ വളരത്തില്ല, ദൈവരാജ്യം വളരത്തില്ല. ആ വിത്ത് വിതച്ചത് അത് കിളിർക്കുന്നതിന് വേണ്ടി ഒരു കർഷകൻ കാത്തിരിക്കുന്നത് പോലെ, അതിൻ്റെ ഫലത്തിനു വേണ്ടി കർഷകൻ കാത്തിരിക്കുന്നത് പോലെ ചില നാളുകൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ വിത്ത് വിതച്ചിട്ട് നമ്മളങ്ങ് പോവുകയാണ്. ഒരു സഭ എന്ന് പറയുന്ന ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, വിത്ത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വീണിട്ടുണ്ടെന്ന ബോധ്യം വന്നാൽ ആ വിത്തിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വളവും വെള്ളവും വെളിച്ചവുമെല്ലാം കൊടുക്കുന്നത് പോലെ നാം വിത്ത് വിതച്ചാൽ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വിത്ത് വീണു എന്ന് മനസ്സിലായാൽ ആ വിത്തിനെ വളർത്തിയെടുക്കുവാനുള്ള പ്രയത്നം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ വിത്ത് വിതയ്ക്കുകയാണ്. വിതച്ചിട്ട് നമ്മൾ കയറിയിരിക്കുകയല്ല, നമ്മൾ വിത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കിളിർത്ത് വരുന്നുണ്ടോ, എവിടെയെങ്കിലും അപാകതയുണ്ടോ എന്ന് നോക്കി അപാകതകളെ നീക്കി ചില മാസങ്ങൾ അതിനെ പരിപാലിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായ ഒരു ഫലം തനിക്ക് എടുക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്, വിത്ത് വിതയ്ക്കുന്നത് നല്ലതാണ്, വിത്ത് വിതയ്ക്കാൻ പോകുന്നത് നല്ലതാണ്. പക്ഷേ വിത്ത് ചിലരുടെ ഹൃദയത്തിൽ വീഴത്തുള്ളൂ, ചിലരുടെ ഹൃദയത്തിൽ നിന്നല്ല. ആ ഹൃദയത്തിൽ വീണ വിത്ത് വളർന്നു വരണമെങ്കിൽ വിതച്ചവൻ കർഷകനാണ്, കൃഷിക്കാരനാണ്. അവൻ ആ വിത്തിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടതെല്ലാം ചെയ്യണം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ വെറുതെ കടമകൾ നിറവേറ്റുന്നവരായിട്ട് മാറുകയാണോ? ദൈവരാജ്യത്തിൻ്റെ വിത്ത് നിങ്ങൾ വിതച്ചാൽ അതിനൊരു ഫലമുണ്ടാകുന്നതുവരെ കാത്തിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അത് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വിത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ ആ വിത്ത് നമ്മൾ ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒക്കെ അത് വളരുകയാണ്. നമ്മൾ വിശ്രമിക്കുമ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ വിശ്വാസികൾ സംരക്ഷിക്കേണ്ട എന്ന് ചിന്തിക്കരുത്. ഒരു വിശ്വാസത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ പിന്നെ സംരക്ഷിക്കേണ്ട എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ആ വ്യക്തിയെ നമ്മൾ എൻകറേജ് ചെയ്യണം, അവരെ ധൈര്യപ്പെടുത്തണം, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ സഹായിക്കണം, അവരെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പാഠങ്ങളിൽ അവരെ വളർത്തിയെടുക്കണം. ഇതാണ്
കർഷകൻ ചെയ്യുന്ന വളവും വെള്ളവും വെളിച്ചവും പ്രകാശവും എന്നെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മളവനെ എൻകറേജ് ചെയ്യണം, നമ്മളവനെ സ്നേഹിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായ സഹായം എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായ സഹായവും ചില സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയും ചെയ്ത് ആ വ്യക്തിയെ നമ്മൾ ക്രിസ്ത്യാനിയാക്കി, വിശ്വാസിയാക്കി, ക്രിസ്തുവിൻ്റെ ആ രാജ്യത്തിൻ്റെ വികസനത്തിന് ഉപയുക്തമാകത്തക്കവണ്ണം ആ വ്യക്തിയെ നമ്മൾ വളർത്തിയെടുക്കണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വളർച്ചകൾ സംഭവിക്കാതെ നിങ്ങൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ ശക്തരാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ക്ഷീണിച്ചവരായി അവശരായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെപ്പോലെ ക്ഷീണത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ പോയി നിങ്ങൾ ധൈര്യപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. അതിലൂടെ നിങ്ങൾ ശക്തരായി മാറും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അതിനായി കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഏതെങ്കിലും സാമ്പത്തികമോ മാനസികമോ ശാരീരികമായ പ്രയാസത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നല്ല ദൈവമേ, ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങൾ പ്രയാസത്തിലും മാനസിക സംഘർഷത്തിലും ശാരീരിക പ്രശ്നങ്ങളിലും നിലയില്ലാ കയത്തിലൂടെ നീങ്ങുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും യേശുക്രിസ്തുവിൻ്റെ വിടുതലിൻ്റെ ശക്തിയും അവരുടെ മേൽ പകരുവാൻ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. വിടുതലിൻ്റെ ശക്തി അവർക്ക് വ്യാപരിക്കട്ടെ. ജയത്തിൻ്റെ നാളുകൾ അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വരട്ടെ. ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ അവരെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.